ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇക്കാര്യത്തിൽ വിസിമാർ രാജിവെക്കണം, വിസിമാർക്കെതിരെ നടപടി വേണം എന്നൊക്കെ മന്ത്രിമാരും പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിയമാനുസൃതമായി സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഈ വൈസ് ചാൻസലർമാർക്ക് ഏളിതമായത്, താങ്ങായത്, തുണയായത് സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ പോകുന്നതിൽ തർക്കമില്ല, പ്രശ്നമില്ല എന്ന് പറയുകയും ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ ആയിട്ടുള്ള വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം പാർട്ടിയുടെ നിലപാട് ഓരോ നിമിഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് RSSന്റെ അഖിലേന്ത്യാ നേതാവ് തന്നെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് വൈസ് ചാൻസലർമാർ പോകുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു കാരണവശാലും ഭൂഷണമല്ല. പക്ഷെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് വളരെ ബോധ്യപ്പെട്ടതാണ്. ആദ്യം വളരെ കൃത്യമായി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വളരെ സ്പെസിഫിക് ആയി തന്നെ കൃത്യമായി മറുപടി ഇത്തരത്തിൽ പോകുന്നതിൽ അപാകതയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാരും BJPയും യോജിച്ച് ഈ ജ്ഞാനസഭയിലേക്ക് ആളിനെ കൂട്ടുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ല, ഇത് അംഗീകരിക്കാനാവില്ല. ഇനി CPM എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ സംഘടനയിൽപ്പെട്ടവർ ഉൾപ്പെടെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതായത് ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ പങ്കെടുത്തതോടുകൂടി CPMന് ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവിടെ അല്ല പോയതെന്ന്. അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നതിൽ മാത്രമല്ല, അപ്പുറത്തേക്ക് പലരും പോയിട്ടില്ല. ഇവിടെ കേരള സർവകലാശാലയിൽ ഈ പറയുന്ന കുട്ടോസ്, ഈ ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ ഏത് സംഘടനയിൽ അംഗമാണോ ആ സംഘടനയിൽ അംഗമായിരുന്ന ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരൻ ഇപ്പോൾ ജമ്മു ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ജമ്മുവിലെ വൈസ് ചാൻസലറാണ്. അദ്ദേഹം BJPയുടെ പ്രതിയായിട്ടാണ് വൈസ് ചാൻസലർ ആയിട്ടുള്ളത്. അദ്ദേഹം ഇടതുപക്ഷ സംഘടനയിൽ അംഗമാണ്. അങ്ങനെ BJPയുടെയും ഇടതുപക്ഷത്തെയും അധ്യാപക നേതാക്കന്മാരെ തിരിച്ചറിയാത്ത രീതിയിൽ ഒരേ ക്യൂബിക്കിളിലേക്ക് ചേർത്തിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ലതല്ല. ഇവിടെ വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കേണ്ടവരാണ്. അവര് സർവകലാശാലയുടെ ഓട്ടോണമി നിലനിർത്തേണ്ടവരാണ്. അവരൊക്കെ ഇത്തരത്തിൽ ജ്ഞാനസഭ പോലെയുള്ള സമ്മേളനങ്ങളിൽ പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ജ്ഞാനസഭയിൽ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെയാണ് പ്രതിഷേധം. ഇവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നു. ഇവർക്കെതിരെയുള്ള വിമർശനം ഉന്നയിക്കുകയാണ് മന്ത്രിമാർ.